അപ്പോൾ ഒരു ഭ്രാന്താശുപത്രി എന്ന് ഇതിനെ വിശേഷിപ്പിക്കണ്ട അല്ലേ? ബുദ്ധിക്ക് ജന്മനാലോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ മാന്യം സംഭവിച്ചവർക്ക് തിരികെ സമനില പ്രാപിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം. ഭ്രാന്ത് മരുന്നുകളുടെ ബലം കൊണ്ട് കീഴ്പ്പെടുത്തേണ്ട ഒരു അസുഖമാണ്. എന്നാൽ ഇവിടെ ഞാൻ ശ്രമിക്കുന്നത് പരിസരങ്ങളുടെയും സാഹചര്യങ്ങളുടെയും പ്രേരണ കൊണ്ടുള്ള ഒരു മാറ്റമാണ്. ഡോക്ടർ പറഞ്ഞത് അല്പം കൂടി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ പറയാം. നമ്മുടെ മനസ്സിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരു വക ബാലൻസ് ആണ്. മനസ്സാകട്ടെ ഏത് നിമിഷവും ഡിപ്രഷൻ വിധേയമാണ്. ഈ ഡിപ്രഷൻ എല്ലാവർക്കും ബാധകമാണ്. ഇറ്റ്സ് ആപ്ലിക്കബിൾ ടു ഓൾ. നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ പോലും ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് കേൾക്കുന്നത് പെട്ടെന്നുള്ള ഈ ഡിപ്രഷന്റെ ഫലമാണ്. സംശയം, മരണഭീതി, പെട്ടെന്നുണ്ടാകുന്ന മെന്റൽ ഷോക്ക്, നൈരാശ്യം, അധമബോധം, ഇതൊക്കെ ഈ മെന്റൽ ഡിപ്രഷനുള്ള കാരണങ്ങളാണ്. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് മാനസികമായ പരിചരണം നൽകുന്നതിലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതായത് ഞാൻ മരുന്നുകളെക്കാൾ പ്രാധാന്യം നൽകുന്നത് സാഹചര്യങ്ങൾക്കാണ്. ഡോക്ടർക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ആരംഭിക്കാനുള്ള പ്രചോദനം എന്താണ്? അമേരിക്കയിൽ എന്റെ 5 വർഷത്തെ റിസർച്ചിനിടയിലാണ് എനിക്കിതൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് തോന്നിയത്. ഇവിടെ ഒരു രോഗിക്ക് രോഗിയാണെന്നുള്ള ധാരണ ഞാൻ കൊടുക്കാറേയില്ല. എന്റെ അച്ഛൻ ഒരു സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് നൽകിയ ധൈര്യമാണ് പ്രധാനം. മാനസികവും കായികവുമായ പൂർണ്ണ വികാസം നൽകുന്ന പക്ഷം ഇങ്ങനെയുള്ള ഡിപ്രഷൻ കേസസ് സമനിലയിലേക്ക് കൊണ്ടുവരാമെന്നാണ് എന്റെ വിശ്വാസം. മാനസികവും കായികവുമായ ആവശ്യങ്ങളാണ് ഒരു ഭർത്താവിനുമുള്ളത്. അത് മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ഭാര്യയ്ക്കും നല്ലത്. വേണ്ട വേണ്ട, എന്നെ വാരുകയൊന്നും വേണ്ട. നിനക്കല്ലേടി ഭൂലോകമട്ട്. ഈ ലോകത്തുള്ള നട്ടും പോട്ടുമില്ലാത്ത ഓരോന്നിനെയും ക്ഷണിച്ചു വരുത്തി റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്ന നീ സത്യം പറഞ്ഞാൽ നിന്റെ ജീവിതം വേസ്റ്റ് ചെയ്യാണ്. ഒപ്പം എന്റെയും. പിന്നെ അല്ലെങ്കിലും പരിഹാസം കൂടുതലാ, എനിക്കറിയാം. പിന്നെ ഒരു പുതിയ കേസ് വന്നു, അറിഞ്ഞോ? ഓ, അറിഞ്ഞേ. അവനെ വട്ടല്ല, വെളച്ചില. അതിനുള്ള ഏക മരുന്ന് അവനെ കുനിച്ചു നിർത്തി ഇടിക്കുക എന്നുള്ളതാ. നിനക്കറിയാവോ, ഇന്ന് അവൻ എന്നെ 3 തവണ പോടാന്ന് വിളിച്ചു. ഞാൻ സഹിച്ചു. ഭർത്താവായി പോയില്ലേ. നാവില്ലെങ്കിൽ കാണാമായിരുന്നു. ഹലോ, ഒരു നിമിഷം. ഹലോ, യെസ്. ഓ, അങ്ങനെയാണോ? ഇല്ലല്ല, ഞാനിപ്പോ വരാം. ദേഷ്യപ്പെടരുത്. ചുറ്റു ആഹാരം കഴിക്കാതെ വഴക്ക് കൂട്ടുക. ഞാനിപ്പോ വരാം കേട്ടോ. ചെല്ലേ. പക്ഷേ ഭർത്താവിന്റെയും മാനസികവും കായികവുമായ പരിചരണം ഭാര്യയുടെ കടമയാണ്.